ഒരു നാരായണി കുന്നിൻ്റെ യുവത്വം കാത്തു സൂക്ഷിച്ചിരുന്ന യുവത്വം കാത്തു സൂക്ഷിച്ചിരുന്ന പയ്യന്നൂർ കോളേജ് 1984 മാത്തമാറ്റിക്സ് ബാച്ച്. അതിൻ്റെ ചൂടും തണുപ്പും ഊർജവും ഉന്മേഷവും എല്ലാം ഇപ്പോഴും ഈ കോളേജ് ഓർമ്മിക്കാതിരിക്കുന്നില്ല. വിലപ്പെട്ട ബന്ധങ്ങൾ, ഓർക്കാൻ കൊതിക്കുന്ന ചില ഓർമ്മകൾ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത അമൂല്യ നിമിഷങ്ങൾ എല്ലാം ഈ കോളേജിൻ്റെ ഓർമ്മത്താളിൽ ഇപ്പോഴും പുതുമയോടെ നിലകൊള്ളുന്നു. ഈ കൂട്ടായ്മയുടെ മുന്നിൽ ഇങ്ങനെ വാചാലയാകാൻ അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഈ കൂട്ടായ്മ കാണുമ്പോൾ ഞാൻ അറിയാതെ വാചാലയാകുന്നു. ക്യാമ്പസിൽ മാത്രം ഒതുങ്ങി നിന്ന ബന്ധമായിരുന്നില്ല അവരുടെ അന്നത്തെ ആ കൂട്ടായ്മകൾ. ഇടനാഴികളും കുന്നുകളും എല്ലാം ആ കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. അതുപോലെ നാരായണി കുന്നിനുമുണ്ട് ഒരുപാട് പറയാൻ ആ താന്തോണികളെ കുറിച്ച്. നൂൺ സെഷനിലെ നാരായണി ടീച്ചറുടെ ക്ലാസ്, കണക്കിലെ കൂട്ടലും കിഴിക്കലും എല്ലാം ഈ ക്ലാസ് അവറിൽ ആ വില്ലന്മാർക്ക് തെറ്റുക പതിവായിരുന്നു. പിന്നെ അവർ കൂടുക നാരായണി കുന്നിൻ പുറത്താണ്. നാരായണി ടീച്ചറോടുള്ള ക്ഷമാപണമായിരിക്കണം ആ കുന്നിനു അവർ ടീച്ചറുടെ പേര് കണ്ടെത്തിയത്. ഗാനഗന്ധർവന്മാരുടെ പാട്ടും തമാശകളും സായാഹ്നം വരെ ആ കുന്നിൻ ചെരുവിൽ അങ്ങനെ അങ്ങനെ. അച്ഛൻ്റെ വിരൽത്തുമ്പ് പിടിച്ച് അന്നാദ്യമായി ആ കുന്നിൻ ഞാൻ വന്നപ്പോൾ എനിക്കും തോന്നിയിരുന്നു ആ കുന്നിൻ പുറത്ത് ഇത്തിരി നേരം പൊട്ടിച്ചിരിക്കാൻ. കോളേജിന്റെ ചായം മങ്ങിയ ഭിത്തിയും നാരായണി കുന്നിലെ പാറകൾക്കും ചിലപ്പോൾ പറയാൻ ഉണ്ടായിരിക്കുക ഒരേ കഥയായിരിക്കും. പറക്കാൻ പഠിച്ച പക്ഷികൾ പിന്നീട് പറന്ന വഴികൾ പലതായിരുന്നു. കൂടുകൂട്ടി ചേക്കേറിയ പക്ഷികൾ അവരുടെ ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിച്ചു. പിന്നീടുള്ള അവരുടെ എല്ലാ വിലപ്പെട്ട കൂട്ടായ്മയ്ക്ക് ഞാനും സാക്ഷ്യം വഹിച്ചിരുന്നു. യൗവനത്തിലേക്ക് കുതിക്കുന്ന എനിക്ക് ഈ കോളേജ് എന്നും ഒരു ഹരമായിരുന്നു. ആ കൂട്ടായ്മകൾ നമ്മൾക്കും ഒരു പാഠമാണ്, പലതും ഓർക്കാനും പഠിപ്പിക്കാനും. കാലത്തിന്റെ ചതുരംഗ കളിയിൽ കരുക്കൾ തെറ്റി വിധിയേറെ മാറിപ്പോയി. ആ കൂട്ടുകാരുടെ ഒത്തൊരുമയും തമാശയും പ്രകൃതിയും എല്ലാം ഉൾക്കൊണ്ട് ആ ക്യാമ്പസ് കാലം ഏറെ ചെന്നാലും ഒരു പക്ഷേ ഈ സത്യവും വേദനയോടെ ഉൾക്കൊള്ളുമായിരിക്കും. ഇനി സദസ്സിൽ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവരില്ലെന്ന സത്യം എനിക്ക് വിശ്വസനീയമല്ല. അവരുടെ തമാശകൾ ഇപ്പോഴും എൻ്റെ കാതുകളിൽ കേൾക്കാം. അവരുടെ സാന്നിധ്യം ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നു. എൻ്റെ അച്ഛൻ്റെ വിരൽത്തുമ്പ് പിടിച്ച് അന്നാദ്യമായി വന്ന ദിവസം എന്നെ ഇറങ്ങണീക്കുന്നു. അവരുടെ ഓർമ്മയ്ക്കായി, അവർക്കായി നമ്മളും ഒരുക്കി ഒരു നോസ്റ്റാൾജിയ. വരും തലമുറയ്ക്ക് ഒരു മാതൃകയായി അവർ ചെയ്തു വച്ച പല കാര്യങ്ങൾക്കും പകരമാവില്ല ഈ ഒത്തുചേരൽ. എൻ്റെ അച്ഛൻ്റെ ഏറെ വിലപ്പെട്ട സ്ഥലമായിരുന്നു ഈ കോളേജ്. അവരിലൂടെ ഞങ്ങൾ പുനർജീവിക്കുന്നു. പിന്നെയും ചെയ്യാനോ പറയാനോ എന്തോ മറന്നതുപോലെ പിന്നെയും വെറുതെയൊരു തോന്നൽ. കാലത്തിൻ്റെ കുത്തിയൊഴുക്കിലും ക്ലാവ് ഒഴിക്കാത്ത നൊമ്പരങ്ങൾ, അത് നമ്മുടെ ചേതനയാണ്. നമുക്ക് നന്നെപ്പറ്റി പൂരിപ്പിക്കാൻ ശ്രമിക്കാം. അതിർവരമ്പുകൾ തീർക്കാത്ത സ്നേഹ സൗഹൃദങ്ങൾ കൊണ്ട് നാരായണി കുന്നിനോട് ഒരിടവേളയ്ക്ക് വിടവാങ്ങും.